Friends, welcome to 𝐁𝐀𝐑𝐂 Pos billing system. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയ Loyverse Pos ഒരു ആൻഡ്രോയിഡ് ടാബോ മൊബൈലോ ഉപയോഗിച്ച് നമുക്ക് ബ്ലൂടൂത്ത് പ്രിൻ്റർ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ പ്രിൻ്റർ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് പേപ്പർ ലോഡ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെക്കാം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓണാണ്. അപ്പോൾ നമ്മൾ ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ആൻഡ്രോയിഡ് ഡിവൈസ് ആയിരിക്കണം, ഐഫോണിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല. മൊബൈലോ ടാബോ ഏതായാലും ഒരേ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. ഇനി ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ പ്രിൻ്റർ ഓൾറെഡി ബ്ലൂടൂത്ത് ഓണാണ്. ജസ്റ്റ് പെയർ ന്യൂ ഡിവൈസ് എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, പെയർ ചെയ്തിട്ട് നമ്മുടെ ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് പ്രിൻ്റർ എന്നുള്ള പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിന് മുകളിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാസ്വേഡ് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഡീഫോൾട്ട് പാസ്വേഡ് 1234 ആണ്. ഓക്കെ, അത് ഓരോ ഡിവൈസിനനുസരിച്ച് വ്യത്യസ്ത പാസ്വേഡാണ് ഉണ്ടാവുക. നോർമലി 2 ടൈപ്പാണ്, 40 അല്ലെങ്കിൽ 1234. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിവൈസിന് വരുന്നത് 1234 ആണ്. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡിവൈസും ടാബും തമ്മിൽ പെയറായിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന Loyverse Posൽ എങ്ങനെ സെറ്റ് ചെയ്യാം നോക്കാം. ഇനി രണ്ടാമത്തെ പ്രൊസീജിയർ, നമ്മുടെ ബില്ലിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സോഫ്റ്റ്വെയറിൽ ഓപ്പണായി വരുന്നതാണ്. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടാണ് മെനു വരുന്നത്. അവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. മെനു സെറ്റിങ്സ്. അവിടെ നമുക്ക് 3 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. പ്രിൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഒരു പ്രിൻ്റർ ഇവിടെ പെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒറ്റ പ്രിൻ്ററും കണക്റ്റഡ് അല്ല, അതുകൊണ്ട് യു ഹാവ് നോ പ്രിൻ്റേഴ്സ് സെറ്റ്. ജസ്റ്റ് പ്ലസ് ബട്ടൺ അമർത്തുക. ഫസ്റ്റ് പ്രിൻ്ററിന് നെയിം ചോദിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷനിലാണ് എന്ത് പേരും കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാഷിൽ കൗണ്ടർ, അതുപോലെ തന്നെ കിച്ചണിലൊക്കെ പ്രിൻ്റർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ക്യാഷ് പ്രിൻ്റർ ആണെങ്കിൽ ക്യാഷ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നെക്സ്റ്റ് പ്രിൻ്റർ മോഡൽ ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ മോഡൽ നോർമലി ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാത്തതുകൊണ്ട് ഏറ്റവും താഴെ കാണുന്ന അതർ മോഡൽ എന്ന് കൊടുക്കും. മൂന്നാമത്തേതായിട്ട് ഇൻ്റർഫേസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇൻ്റർഫേസ് ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ പെയർ ചെയ്യാം. ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യാം. ശേഷം ബ്ലൂടൂത്ത് പ്രിൻ്റർ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സെർച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുന്നതല്ല. ഓക്കെ, അപ്പോൾ ആ ബ്ലൂടൂത്ത് പ്രിൻ്റർ എന്ന മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി പേപ്പർ വിഡ്ത്താണ് നെക്സ്റ്റ്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 സൈസ് വരുന്നത് 3 ഇഞ്ചും 2 ഇഞ്ചും. 58 mm ആണ് 2 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻ്റർ 2 ഇഞ്ച് വിടുത്തേ ഉള്ളൂ. അത് നമുക്ക് 58 സെലക്ട് ചെയ്യാം. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സ് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് പ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രിൻ്റ് റെസിപ്റ്റ് ആൻഡ് ബില്ല് എന്നുള്ളത് ഓൺ ചെയ്യാം. ജസ്റ്റ് ഒരു പ്രിൻ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാം നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രിൻ്റർ കണക്റ്റഡ് ആണ്. ഇനി സേവ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രിൻ്ററും ബില്ലിംഗ് ആപ്പും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.